ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ താരം എയർ ഫ്രയറാണ്. റംസാൻ സ്പെഷ്യലായിട്ട് എയർ ഫ്രയറിൽ കുറച്ച് സ്നാക്സ് കാണിക്കാമെന്ന് വെച്ച് വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം തന്നെ ചിക്കൻ പപ്സ് ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി ഫൈനായി ചോപ്പ് ചെയ്ത 2 ഓണിയൻ ഈ പാനിലിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 അല്ലി ഗാർലിക്കും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അതൊന്ന് ചതച്ചെടുത്തതാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 200 ഗ്രാമോളം ചിക്കൻ ബ്രസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും ഇട്ട് വേവിച്ച് കൈവച്ച് നല്ലോണം പിച്ചെടുത്തിട്ടുണ്ടായി. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിലൊക്കെ നല്ല ഉപ്പുണ്ട്, അപ്പോൾ കുറച്ചൊരു ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ പൗഡറും ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിതാ പപ്സിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലോണം ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി സാധാരണ പപ്സ് മടക്കുന്നത് പോലെ മടക്കിയെടുക്കാം. അല്ലാതെ നമുക്ക് കോണായി നല്ല വേറെ ഷേപ്പിൽ മടക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഇതുപോലെ മടക്കിയെടുത്ത് നമുക്ക് എയർ ഫ്രയറിൻ്റെ ട്രേയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പപ്സിൻ്റെ തന്നെ പേപ്പറാണ് ഞാൻ അതിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ മടക്കി നമ്മൾക്ക് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ 4 വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എഗ്ഗ് എടുത്ത് നല്ലോണം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇതിൽ കാണുന്നത് പോലെ തടവി കൊടുക്കാം. ഇനി 180 ഡിഗ്രിയിൽ 14 മിനിറ്റ് നമ്മൾക്ക് വെച്ച് കൊടുക്കണം. 14 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പപ്സ് സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിലും ക്രിസ്പി ആയിട്ടെന്നേ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. അത്രക്കും സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയർ ഉള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായി. ചിക്കൻ ബർഗറും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രേയിലേക്ക് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബർഗർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മൊസറല്ല ചീസ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾക്ക് ചിപ്സും ചിക്കനും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച സോസ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ലോഡഡ് ഫ്രൈ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി കാണാം. അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ച സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ബാക്കി വന്ന ചിപ്സും ചിക്കനും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കൂടുതലായിട്ട് തന്നെ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കണം. ഒറിഗാനോ കൂടി ഇട്ട് നമ്മൾക്ക് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ബോയിലായിട്ടുള്ളതാണ്. കുറച്ച് ചീസ് മെൽറ്റ് ആവേണ്ട ആവശ്യമേ ഉള്ളൂ. നമ്മൾക്കൊരു 5 മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ലോഡഡ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കെച്ചപ്പും മയോണൈസും ഒക്കെ ഒഴിച്ച് കൊടുത്ത് സെർവ് ചെയ്യാം. ഇനി അടുത്ത സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി വൈറ്റ് സോസ് ചിക്കൻ ഉണ്ടാക്കണം. അതിനുവേണ്ടി വലിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ 2 ഗാർലിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായി, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓണിയന് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, ഫൈനായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മൈദയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് പാൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡർ ഇട്ട് ബോയിൽ ചെയ്ത് കൈകൊണ്ട് തന്നെ പിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് കൂടി പാൽ വേണ്ടി വരും, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാല് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളമാണെങ്കിൽ അങ്ങനെ ചേർക്കാം, പാല് തന്നെയാണെങ്കിലും അങ്ങനെയും ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചീസ് കൂടി ചേർത്ത് കൊടുക്കണം. സ്ലൈസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് 1 നുള്ള് ഒറിഗാനോ കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ 5-6 സ്ലൈസ് ബ്രെഡ് ഈ സ്റ്റീമറിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പത്തിരി പ്രസ്സിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം കട്ട് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ ഇതുപോലെ മുറിച്ച് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗം 2 സൈഡിലായിട്ടും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഇത് ഒന്നിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കൊള്ളിച്ചാൽ മതി. എന്നിട്ട് ഇത് നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കണം. ഞാനിത് മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എയർ ഫ്രയർ ഇല്ലാത്തവർ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഇതിലും ക്രിസ്പി ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഓയിലൊക്കെ അവോയ്ഡ് ചെയ്യുന്നവർക്ക് എയർ ഫ്രയറിൽ കാണിച്ചു തരുന്നതാണ് ഇതൊക്കെ. ഇനി ഇത് 180 ഡിഗ്രിയിൽ ഒരു 6 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച വൈറ്റ് ചിക്കൻ സോസില്ലേ, അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കെച്ചപ്പും മയോണൈസും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി അടുത്തത് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് സ്ലൈസ് ആക്കി വെച്ച് അതിൽ ഫില്ലിങ് വെച്ച് അതിൻ്റെ മേലെ വേറൊരു ബ്രെഡ് വെച്ച് ഇതിലേക്ക് ഞാൻ എയർ ഫ്രയറിൽ 5 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല ടോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്നും മുക്കി പൊരിച്ച് ഫ്രൈ കഴിക്കുന്നതിലും എത്രയോ ബെറ്ററാണ് നമ്മൾ ഈ എയർ ഫ്രയറിൽ ഇങ്ങനെയൊക്കെ നല്ല ടേസ്റ്റിയായി തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.